എന്റെ നമ്മൾ എന്തിനാ വെറുതെ ഓടുന്നത്? നമ്മള് കള്ളത്തരൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്കറിയില്ല, നീ ഓടിയപ്പം ഞാനും കൂടെ ഓടിയതാ. അങ്ങോട്ട് നോക്ക്, ജോൺ ദ ഡോൺ രക്ഷപ്പെടുന്നു. എന്റെ മോട്ടു, ഈ സ്പീഡിൽ പോയാൽ എത്താൻ കഴിയില്ല. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. നീ തന്നെ ആലോചിക്കേ. സമൂസ. എന്റെ മോട്ടോ, നമ്മള് ജോണുമായിട്ട് മത്സരിക്കാനല്ല വന്നിരിക്കുന്നത്, അവനെ പിടിക്കാനാ. നീ സ്പീഡൊന്ന് കുറയ്ക്കേ. എന്റെ പത്തില് എങ്ങനെ കുറയ്ക്കാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. ഐഡിയ. The name is Chingam. Inspector Chingam. ഈ ചിങ്കത്തിനടുന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. സർ സർ, ഇവൻ എന്താ മോഷ്ടിച്ചത്? നമ്മുടെ ഫുർഫുരനഗരത്തിൽ ഒരാള് കുഴി കുഴിക്കുമ്പോ 1000 വർഷം പഴക്കമുള്ള ഒരു വിഗ്രഹം അയാൾക്ക് കിട്ടി. ഇതിന്റെ വില കോടികളോളം വില മതിക്കും. ഇവൻ ഈ വിഗ്രഹം മോഷ്ടിച്ച് രക്ഷപ്പെടാൻ നോക്കി. ഈ വിഗ്രഹത്തിന് കോടിക്കണക്കിന് രൂപയുണ്ടെന്നോ? എന്ത്? ഫുർഫുറി നഗറിൽ ഇനിയും ഇങ്ങനത്തെ വിഗ്രഹങ്ങൾ ഉണ്ടാവോ? എന്തായാലും ഉണ്ടാവും. നമുക്കും കുഴിച്ചു നോക്കാം. ചിലപ്പോൾ ഇതുപോലത്തെ വിഗ്രഹം കിട്ടിയാലോ? ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും കോടീശ്വരന്മാരും ആവും. എല്ലാ നേരവും നമുക്ക് സമോസയും കഴിക്കാം. പൊളിച്ചെടുത്തല്ലോ. യുവന്മാര് രണ്ടുപേരും ഇവിടെ എന്ത് കുളിച്ചെടുത്തോണ്ടിരിക്കാണ്? എന്താന്ന് എനിക്കും അറിയില്ല കസീട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരിട്ട് അവരോട് പോയി ചോദിക്കാം. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്ക, എന്റെ ബ്രോ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഒന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ. അതെ, നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാന്നേ. പക്ഷെ ആദ്യം ഇത് പറ, നിങ്ങൾ എന്തായി കുഴിച്ചെടുക്കുന്നത്? മനസ്സില്ല പറയാൻ. പത്തലു, ഇനി എനിക്ക് കുഴിക്കാൻ വയ്യ. കാരണം എന്റെ നടു ഏതാണ്ട് ഒടിയാറായി. എന്റെ നടുവും ഒടിയാറായി. നമുക്ക് ഇവരെയും സഹായത്തിന് കൂട്ടാം. അവസാനം നമുക്ക് ഇതൊക്കെ പങ്കിട്ടെടുക്കാം. എങ്കിൽ ശരി, ഞങ്ങൾ നിങ്ങളെ പാർട്ട്ണറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടെത്തുന്ന പുരാതനമായ ഏതൊരു വിഗ്രഹമായാലും നമ്മൾ അത് വിറ്റ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടെടുക്കാം. പൊളിച്ചെടുത്തല്ലോ. കോടിക്കണക്കിന് രൂപയോ? ഞങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളെ സഹായിക്കാൻ തുടങ്ങാം. കുഴി തോണ്ടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. എന്നാ പിടിച്ചോ ഡോക്ടറെ, ഇത് നീയും. മോട്ടു, ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. വേഗം കുഴിച്ചോളൂ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അതെ, എനിക്ക് കുഴി തോണ്ടുന്നത് കാണാനാണ് ഇഷ്ടം. ഞാനങ്ങനെ കുഴിക്കാൻ നിക്കാറില്ല. അതെ, ഇതൊരു വാതിലാണല്ലോ. പൊളിച്ചേ. ഇതിനകത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവും. കസീട്ടാ, അത് കേട്ടോ? മോട്ടു പത്ലുവിന്റെ കരച്ചിലല്ലേ? അവരിത് എവിടെ പോയി? നോക്ക്, അവരുടെ ടോർച്ച് കിടക്കുന്ന കണ്ടോ? പൊളിച്ചെടുത്തല്ലോ. അവരെ രണ്ടുപേരും വല്ല മൃഗം പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവോ? ഇവിടെ അങ്ങനത്തെ എന്ത് മൃഗമാണ് ഉണ്ടാവാ ചട്ടുക്ക? ഭൂമിക്കടിയിലാണ് അനക്കോണ്ട ഉണ്ടാവാറുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, രക്ഷിക്കൂ, രക്ഷിക്കൂ. അവരെ വിട്ടേക്ക്. അവരെ അണക്കൊണ്ട പിടിച്ചിരിക്കാന്നാ തോന്നുന്നേ. ഞങ്ങൾ ഈ ചതുപ്പില് കുടുങ്ങിയിരിക്കേ. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കേറ്റാൻ നോക്ക്. പൊളിച്ചെടുത്തല്ലോ. എന്ത്, നിങ്ങൾ ചതുപ്പിലാണോ? ഈ ഡോക്ടർ അണക്കൊണ്ടയാണെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് നിർത്തിയിരിക്കാണ്. വന്നേ. പൊളിച്ചെടുത്തല്ലോ. പൊളിച്ചെടുത്തല്ലോ. ഇത് 8 കാലിയുടെ വല പോലെ ഉണ്ടല്ലോ. എന്ത് ചെലന്തി വലയോ? ഇത്രയും വലിയ ചെലന്തി വല ഉണ്ടാവോ? നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ചിലന്തി റാണി വന്ന് ചെയ്തോളും. നിങ്ങൾ വെറുതെ വിഷമിക്കണ്ടേ. 8 കാലി ഓടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. മോട്ടു, നീ ചെന്ന് അതിനെ അടിച്ചു ഓടിക്കേ. ഞാൻ പോയിട്ട് അതിന്റെ കൂടെ തല്ലുകൂടണോ? നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്, അതല്ല മുകളിലേക്ക് പറഞ്ഞു വിടാനോ? നോക്ക്, നീ 8 കാലിയോടൊപ്പം അടി കൂടുമ്പോ
നിന്നെ അങ്ങനെ തിന്നാൻ നോക്കും. ചിലന്തി അതിന്റെ ഇരയെ പതുക്കെ പതുക്കെയാണ് തിന്നാറുള്ളത്, അറിയോ? ആ സമയത്ത് ഞങ്ങള് 3 പേരും ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെടും. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ, സുഹൃത്തുക്കളെ രക്ഷിച്ചതിന്റെ പേരിൽ നീ ഒരു ധീരനായി മാറും മോട്ടു. ഫുർഫുരി നഗരത്തിൽ എല്ലാ സ്ഥലത്തും നിന്റെ പ്രതിഭ സ്ഥാപിക്കും. മോട്ടു തന്നെ പോണെന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ പോയാല്? കാരണം വിഗ്രഹം കണ്ടുപിടിക്കുന്ന ഐഡിയ നിങ്ങളുടെ ആയിരുന്നല്ലോ. കോടികളുടെ കൊതി നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നില്ലേ? അതെ അതെ, പറഞ്ഞത് ശരിയാ. രക്ഷപ്പെട്ടേ! ദൈവാധീനം കൊണ്ട് അതിന്റെ വായിന്ന് നമ്മളെ രക്ഷപ്പെട്ടത്. സമാധാനത്തോടെ ഇനി വിഗ്രഹം അന്വേഷിക്കാലോ. ഇനിയിപ്പോ അടുത്തത് എന്താണാവോ? എന്തൊരൊച്ചയെ കേൾക്കുന്നത്? ശബ്ദം കേട്ടിട്ട് എന്തോ ഒരു വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്ന പോലുണ്ട്. പൊളിച്ചെടുത്തല്ലോ മമ്മി. അനക്കോട്ട is coming. മമ്മി, ഞങ്ങളൊന്ന് വേഗം രക്ഷിക്കണേ എന്റെ മമ്മി. ഇത് അനക്കോണ്ടയുടെ ശബ്ദമൊന്നും അല്ല. ഇതൊരു രാക്ഷസൻ കല്ലാണ്. ഓടിക്കോ! എന്റെ അമ്മോ, ഈ വഴിയാണല്ലോ വരുന്നത്. തിരിഞ്ഞ് ഓടിക്കോ! ഇത് പലിശക്കാർ ഓടിക്കുന്നതിനെക്കാട്ടിലും പരമാണല്ലോ. ഓടിക്കോ! എന്തിനങ്ങനെ ഓടിക്കോ ഓടിക്കോന്ന് ഒച്ച വെക്കുന്നത്? നമ്മൾ ഇത്ര നേരമായിട്ട് ഓടുന്നയാണല്ലോ. അത് കണ്ടോ? അവിടെ അതാ ഒരു വിഗ്രഹം. പൊളിച്ചേ! നമ്മള് കോടീശ്വരന്മാരായേ. അതുവരെ എത്തുക എന്നത് അസാധ്യമാണ്. പല അപകടങ്ങളും തരണം ചെയ്യേണ്ടതുണ്ട്. എനിക്ക് വിഗ്രഹം എടുക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. ഇപ്പൊ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്? മോട്ടു പത്ലു, വിഗ്രഹത്തിന്റെ അടുത്ത് കയറ് പോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താം. എടോ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങളെ പട്ടം പോലെ പറപ്പിക്കുക. വെറുതെ വിടൂല നിങ്ങള്. കെട്ടഴിച്ച് വിട, ഞങ്ങളൊന്ന് താഴെ ഇറക്കേ. ഡോക്ടറെ ചട്ടുക്ക, പട്ടം പറപ്പിക്കുന്നതിൽ ഇത്രയും രസം ഇതുവരെ ഉണ്ടായിട്ടില്ല. വരൂ, നമുക്ക് ഉയരത്തിൽ പറപ്പിക്കാം. ആഹാ, അതെ അതെ ഗസീട്ടെ, എനിക്ക് എന്റെ കുട്ടിക്കാലമ ഓർമ്മ വരുന്നത്. എന്തായാലും വിഗ്രഹം എടുത്തല്ലേ പറ്റൂ. നമുക്ക് ഇവന്മാരെ അങ്ങ് പറപ്പിച്ചേക്കാം. നിർത്ത്, ഞങ്ങളെ ഒന്ന് താഴെ ഇറക്കാൻ നോക്ക്. നിങ്ങൾക്ക് എന്താ വട്ടായോ? ഞങ്ങളെ ഒന്ന് താഴെ ഇറക്ക്. വേണ്ട. ഒന്ന് നിർത്ത്. 2 എണ്ണത്തിന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതിൽ നിന്നൊരാണ പൈസ നിങ്ങൾക്ക് ഞാൻ തരില്ല. ഓടിക്കോ! അല്ല, ഇത് പിന്നെ നമ്മുടെ പുറകിൽ തന്നെ കൂടിയോ? അത് തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. എന്റെ അമ്മച്ചി രക്ഷിക്കണേ. അത് നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഈ കല്ല് നമ്മളെ കൊണ്ടേ പോകുള്ളൂ തോന്നുന്നു. രക്ഷപ്പെട്ടേ! വിഗ്രഹം എവിടെ? ആരുടെ കയ്യിലാ? ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ആ വിഗ്രഹം എവിടെ പോയെന്ന് അറിയില്ല. ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. മോട്ടോ, പുറത്തേക്ക് പോകാൻ ഒരു വഴിയും കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കും. ഐഡിയ. നമ്മൾ ഭൂമിയിൽ നിന്നും അധികം താഴെയല്ല. നമുക്ക് മുകൾ ഭാഗം തുറന്നു പോകാൻ സാധിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ തുറക്കും? എങ്കിൽ ഞാനൊരു ബുദ്ധി പറഞ്ഞു തരാം. പൊളിച്ചേ! നമ്മളൊരു പുരാതന വസ്തുക്കളുള്ള ഒരു അറയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മുഴുവൻ പുരാതന വസ്തുക്കളാണുള്ളത്. അതായത് അന്നത്തെ പാത്രങ്ങൾ, വസ്ത്രങ്ങൾ. ആ, നമ്മളിപ്പോ ആരുടെയോ വീട്ടിനകത്താണ്. കണ്ടില്ലേ, നമ്മളെ പോലെ കസാരി മേശയൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഏയ്, ഒരിക്കലും അല്ല. അതിന് ഒരു സാധ്യതയും കാണുന്നില്ല. അയാളുടെ പേരാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ദേ, ഇത് കണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിലായ ആ ഫോട്ടോ.
ആ, ഇത് ഗസീറ്ററാമിന്റെ പൂർവികരുടെ ചിത്രമാണ്. എന്താ സന്തോഷായില്ല ഗസീറ്ററാം? നമ്മളിപ്പോൾ നിങ്ങളുടെ പൂർവികരുടെ വീട്ടിലാണ് ഉള്ളത്. മോട്ടു, ഇതെന്റെ പൂർവികരുടെ വീടൊന്നും അല്ലെന്നേ. ഇതയാളുടെ ഫോട്ടോ അല്ല, ഇത് എന്റെ ഫോട്ടോ ആണ്. മാത്രമല്ല അത് എന്റെ വീടാണ്. നിങ്ങളെല്ലാരും കൂടി ചേർന്ന് പൊളിച്ചടക്കിയില്ലേ? ഞാൻ നിങ്ങളെ ഒറ്റ വെറുതെ വിടില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ.